വെൽക്കം ബാക്ക് ടു ഫൈഹാസ് റെസിപ്പി. അപ്പോൾ ഫൈഹാസ് റെസിപ്പിയിലെ അടുത്തൊരു കിഡിലൻ റെസിപ്പിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു പിസ്സ ബർഗറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചീസിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ള എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കിഡിലൻ റെസിപ്പിയാണ്. പിസ്സയുടെ അതേ ഫ്ലേവറിൽ കഴിക്കാൻ പറ്റിയ ഒരു ബർഗറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാൻ ഇതുപോലെ ഒരു ബോൺലെസ് ചിക്കൻ്റെ പീസ് എടുത്തിട്ടുണ്ട്, ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് കനം കുറച്ച് രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ ഈ ചിക്കൻ ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യുക. ഒരുപാട് കനം കുറച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ ഞാനിതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ള് ഗരം മസാലയും അതുപോലെ ഒരു നുള്ള് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലോട്ട് ഗാർലിക് പൗഡർ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ചിക്കനിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഞാനൊരു പിസ്സയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഡ്രൈ ഒറിഗാനോ കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ചിക്കൻ ഒന്നും കൂടെ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലോട്ട് കുറച്ച് ലെമൺ ജ്യൂസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റോളം മാറ്റി വെക്കുക. അല്ലെങ്കിൽ നമുക്കിത് അപ്പം തന്നെ എടുത്തിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ആ ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയം കൂടി നമുക്കിതിലോട്ട് ബാക്കിയുള്ള എന്തൊക്കെ സാധനങ്ങൾ വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പോളം ക്യാപ്സിക്കം ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കനം കുറച്ച് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ ഒരു 1/2 മുറി സവാളയും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളിയുടെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ബർഗർ ബൺസ് ആണ്. അതുപോലെ ചെഡാർ ചീസിൻ്റെ സ്ലൈസസ് വേണം, മൊസറല്ല ചീസ് വേണം. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ബണ്ണൊന്ന് നടുവിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് 2 സ്ലൈസ് ആക്കി എടുക്കണം. ഇനി ഞാനിതിലോട്ട് ഇവിടെ കുറച്ച് സ്കെജ്വാൻ സോസ്, പിസ്സ സോസ് തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാനിതിൻ്റെ ലിങ്ക് ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ആദ്യം കുറച്ച് എടുത്തിട്ട് ഒരു സ്ലൈസുമ്പോൾ നമുക്ക് പിസ്സ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ഓരോ പച്ചക്കറി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ആദ്യം കുറച്ച് ഒനിയൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാപ്സിക്കം അതുപോലെ ടൊമാറ്റോയും കൂടെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. ചിക്കന് ഞാനിവിടെ ഒരു 3-4 പീസ് വെക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് ചിക്കൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് മൊസറല്ല ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. മൊസറല്ല ചീസ് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഞാൻ സ്ലൈസ് ചെഡാർ ചീസും കൂടെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു 3-4 പീസ് ചിക്കനും കൂടെ വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഡ്രൈ ഒറിഗാനോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ സ്പൈസി ആവശ്യമുള്ളവർക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ മുകളിൽ ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ ചീസിൻ്റെ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കുറച്ചും കൂടെ മൊസറല്ല ചീസും കൂടെ വെച്ച് കൊടുത്തിട്ട് മറ്റ് ബണ്ണിൻ്റെ സ്ലൈസുമ്പോൾ ഞാൻ കുറച്ച് മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള എല്ലാ ബണ്ണും ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ എല്ലാ ബണ്ണും ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 6 ബർഗർ ആണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിന് മുകളിൽ കുറച്ചും കൂടെ ചീസ് വെച്ച് കൊടുക്കാം. മൊസറല്ല ചീസ് വെച്ച് കൊടുക്കുക എല്ലാത്തിൻ്റെ മുകളിൽ. നേരത്തേൽ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് ക്യാപ്സിക്കം അതുപോലെ ടൊമാറ്റോ ഒക്കെ ഞാൻ ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരുപാടൊന്നും വെച്ച് കൊടുക്കുന്നില്ല, ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് മാത്രം വെക്കുന്നുള്ളൂ. ഇനി ഞാൻ അതുപോലെ ബ്ലാക്ക് ഒലീവ്സ് ഇതുപോലെ സ്ലൈസ് ചെയ്തത് ഓരോന്നോ 2 വീതം വെച്ച് കൊടുക്കുക.
ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ വെച്ചിട്ടുള്ളത്. അതുപോലെ നമ്മൾ പിസ്സയുടെ ആ ഒരു എക്സ്ട്രാക്റ്റ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ചും കൂടെ ഒറിഗാനോ ഒന്ന് മുകളിലൊന്ന് വെച്ച് കൊടുക്കുക. ഡ്രൈ ഒറിഗാനോ ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഒന്നും കൂടെ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. ഇനി ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് കൊറിയാൻഡർ ലീഫും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒരു 5 മിനിറ്റ് ചീസ് നന്നായിട്ട് മെൽറ്റായി വരുന്നത് വരെയാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ടുള്ള പിസ്സ ബർഗർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു ബേക്ക് ചെയ്തെടുക്കുന്ന സമയം തന്നെ നമുക്ക് ഈ ഒരു പിസ്സയുടെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ഈ ഒറിഗാനോ അതുപോലെ ചീസെല്ലാം മെൽറ്റ് ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കാം. ഉള്ളിലത്തെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പിസ്സ ബർഗർ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അതുപോലെ നമുക്ക് ഡിന്നറായിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഒരു സിമ്പിൾ വെറൈറ്റി സ്നാക്കായിട്ടൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ ഉള്ള വീണ്ടും നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്